ഈ ഭാരതാംബ വിഷയമെല്ലാം സജീവമായി നിൽക്കെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മാതൃഭൂമിനൊപ്പം ചേരുന്നു. ഗവർണർ പറയുണ്ടായി കൺഫെഡറേഷൻ അല്ല വന്നിരിക്കുന്നത്, എന്നാൽ കോംപ്രമൈസിനുമില്ല. അല്ല, അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാവി പതാക ഇന്ത്യയുടെ പതാക അല്ല എന്ന് പോലും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം അതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. അത് കയ്യിലേന്തിയിരിക്കുന്നത് കാവി പതാകയാണ്. അത് എല്ലാവരെയും പ്രതിനിധാനം ചെയ്യുന്ന ഒന്നല്ല. അത് RSSന്റെ പതാകയാണ് എന്നുള്ളത് വളരെ എവിഡൻ്റായ കാര്യമാണല്ലോ. പൊതുപരിപാടികളിൽ അത് വേണം, അതിൻ്റെ മുന്നിൽ മറ്റുള്ളവരും വണങ്ങണം എന്നൊക്കെ പറയുന്നിടത്ത് അത് ബാലിശമായി തീരുന്നുണ്ട്. കഴിഞ്ഞ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തൊക്കെയാണ് കേരളത്തിൽ ചെയ്തത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർക്കാർ വിയോജിപ്പ് അറിയിച്ചിരിക്കുന്നത് സർക്കാർ പരിപാടികളിൽ ഈ പറയുന്ന ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ചിഹ്നങ്ങൾ മാത്രമേ പാടുള്ളൂ. സർക്കാരിൻ്റെ അല്ലാത്ത പരിപാടികളിൽ ഗവർണർക്ക് ഇതാകാം എന്നാണോ? ഗവർണർ ഒരു ഭരണഘടനാദത്തമായിട്ടുള്ള വ്യവസ്ഥാപിത രീതി അനുസരിച്ച് നിയമിതനായിട്ടുള്ള ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തമാണ്. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ അത് പൊതു സ്വഭാവത്തിലുള്ളത് തന്നെയാണ്. അദ്ദേഹം RSSലെ ശാഖ നയിക്കുന്ന ആളായിട്ടല്ലല്ലോ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഹൈക്കോടതിയിൽ ഒരു വിഷയം വന്നു, സ്ഥിരം VC-മാരില്ല, അത് ഗുണനിലവാരത്തെ ബാധിക്കുന്നു പറഞ്ഞാൽ സർക്കാരിനെ വിമർശിക്കുകയാണ്. എന്താണ് ഈ ഒരു എല്ലായിടത്തും സ്ഥിരം VC-മാരെ നിയമിക്കുന്നതിന് ഇപ്പോഴും തടസ്സമായി നിൽക്കും? കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ചട്ടുകങ്ങളായിട്ട് നിയമിച്ചിട്ടുള്ള ഗവർണർമാർ കൃത്യമായ നിലയിൽ അവരുടെ രാഷ്ട്രീയം പ്രയോഗിക്കുന്ന ശീലം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയോഗിക്കുമ്പോൾ പോലും അവരുടെ അക്കാദമിക ക്വാളിഫിക്കേഷനോ അവരുടെ കഴിവുകളോ ഒന്നും ആധാരമാക്കിയല്ല, മറിച്ച് RSSനോടും സംഘപരിവാരങ്ങളോടുമുള്ള അവരുടെ അഫിനിറ്റിയെ ആധാരമാക്കിയിട്ടാണ് അവരെ നിയമിച്ചിട്ടുള്ളത് പലരെയും. അതിൽ പക്ഷേ സംസ്ഥാന സർക്കാരിന് അതിൽ യാതൊരു പങ്കുമില്ല. സ്വകാര്യ സർവകലാശാല അദ്ദേഹത്തിന് യാതൊരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിലും ഇതുവരെ ഒപ്പുവെച്ച് നൽകിയിട്ടില്ല. ക്യാമറ സജീവ് കുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.